ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ, ലാസ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലൊക്കെ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട്, ഇനി ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കിൽ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നിഫ്റ്റി ഒത്തിരി താഴേക്ക് പോയിട്ടുണ്ട്, അപ്പോൾ തീർച്ചയായിട്ടും റിക്കവർ ആകുന്നു. അതുപോലെ തന്നെ റിക്കവർ ആയിട്ടുണ്ട്. ഇന്ന് നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റമാണ്. അപ് ട്രെൻഡ് വന്നിട്ട് പിന്നെ സൈഡ് വേസ് പോയിട്ടുണ്ട്. ഒരു റോളർ കോസ്റ്റ് മോഡ് എന്ന് പറയാം. ഓക്കെ, 177 പോയിന്റ്സ് പോസിറ്റീവ് ആയിട്ടുണ്ട്. 0.59% നിഫ്റ്റി പോസിറ്റീവ് ആയിട്ടുണ്ട്. സോ 21,766 മുകളിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപ് ട്രെൻഡ് ആയിരിക്കും. 21,833 ആ ഒരു റേഞ്ച് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. ദെൻ ബാങ്ക് നിഫ്റ്റിയേക്കാളും നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. 1.37% ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ഹൈയും ഇന്നലത്തെയും ഇന്നത്തെ ഹൈയും ഒരേപോലെ ആയിരുന്നു. ഓക്കെ, ടുഡേയ്സ് ഹൈ വാസ് സെയിം. അപ്പോൾ ഇന്നലെ ടോപ്പ് ലൂസേഴ്സ് ആയ സ്റ്റോക്കിലെല്ലാം ഇന്ന് ഗെയിനർ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. സെൻസസ് 71,555, ബിഗ്ഗസ്റ്റ് ഗെയിനർ ആയത് കോൾ ഇന്ത്യ, നല്ല പെർഫോം ചെയ്തിരിക്കുന്ന നിഫ്റ്റി ബാങ്കും, വേഴ്സ്റ്റായിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന നിഫ്റ്റി മെറ്റൽ സെക്ടറും, ഹിൻഡാൽക്കോയാണ് വേഴ്സ്റ്റായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നതെന്ന് ബിഗ്ഗസ്റ്റ് ലോസർ ആയത്. ഓക്കെ, സോ IRFC 15% കയറിയിട്ടുണ്ട്. അതുപോലെ NLC ഇന്ത്യ 12 പോയിന്റ്സ് കയറിയിട്ടുണ്ട്. അതുപോലെ ബോറോസിൽ റിന്യൂവബിൾസ് ഒക്കെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുണ്ട്. ദെൻ ഏജീസ് ലോജിസ്റ്റിക്സ്, ഒത്തിരി നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലെല്ലാം ടോപ്പ് ഗെയിനർ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇർക്കോൺ ഇന്റർനാഷണൽ, ദെൻ റെഡിംഗ് 10, ഓക്കെ, ദെൻ ബോംബെ ബർമ ട്രേഡിംഗ് കോർപ്പറേഷൻ, മാർക്സൺസ് ഫാർമയൊക്കെ നല്ല ഉയർന്നിട്ടുണ്ട്. NHPC, RVNL, റെയിൽവേ സ്റ്റോക്കിലൊക്കെ വീണ്ടും കയറിയിട്ടുണ്ട്. സോ അഡ്വാൻസ്ഡ് എൻസൈംസ് ആ ഒരു സ്റ്റോക്ക് നല്ല വർദ്ധിച്ചിട്ടുണ്ട്. അഡ്വാൻസ്ഡ് എൻസൈം ടെക്നോളജി, ദെൻ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര 4.88, കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഓക്കെ, അങ്ങനെ ഒത്തിരി സ്റ്റോക്കിൽ ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റിൽ GMR ഇൻഫ്ര, ഓക്കെ, GMR 4.96% വന്നിട്ടുണ്ട്. ഇന്ന് ഡൗൺ ആയ സ്റ്റോക്കിൽ ടോപ്പ് ലൂസേഴ്സിൽ വന്നത് ഹിൻഡാൽകോ, പേടിഎം, അതുപോലെ HEG, KPIT ടെക്നോളജീസ്, അതുപോലെ ഹെൽഗി എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഡൗണിൽ വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഈ സ്റ്റോക്ക് നിങ്ങൾ ഹോൾഡ് ചെയ്യുക, ഒരിക്കലും എക്സിറ്റ് ചെയ്യൽ, ഇതും ഹോൾഡിൽ കയറാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രാജ് ഇൻഡസ്ട്രീസ്, ഈ ഒരു സ്റ്റോക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 0.84 ഡൗൺ ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഹോൾഡ് ചെയ്യുക. 500 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 600 വരെ പോകാൻ സാധ്യതയുണ്ട്. ദെൻ ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസസ്, OFSS, ഈ ഒരു സ്റ്റോക്ക് ഡിസ്കസ് ചെയ്തിരുന്നു. 7,701 റുപ്പീസിൽ കയറിയിട്ട് 10% പ്രോഫിറ്റ് നിങ്ങൾ എടുത്തു കാണും. സോ ഇനി നെക്സ്റ്റ് ടാർഗറ്റ് 9,000, നേരത്തെ പറഞ്ഞ ടാർഗറ്റ് തന്നെയാണ് 9,000. ടാർഗറ്റ് റീച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഹോൾഡ് ചെയ്യുക. ഇതല്ലാതെ നമ്മൾ HFCയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെല്ലാം കുറച്ച് വലിയ മൂവ്മെൻ്റ് ഇല്ലെങ്കിൽ ഒരു 2.82 കയറിയിട്ടുണ്ട്. സോ 98 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകുമ്പോൾ നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ HDFC ലൈഫ്, ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്യുക, നല്ല ഉയരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. ഓക്കെ, അപ്പോൾ ഇനി ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്? അപ്പോൾ അതിൽ ആദ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റോക്കുകൾ നോക്കിയിട്ട് ബാക്കിയുള്ള സ്റ്റോക്കുകൾ, പ്രൈസി സൈഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കാം. അപ്പോൾ അതിനു മുന്നേ ഒരു ഡിസ്ക്ലൈമർ ആവർത്തിക്കുന്നു, ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. സോ നിങ്ങളും കൂടി എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ, ടെക്നിക്കലായിട്ട് സ്റ്റോക്ക് എങ്ങനെയാണ്, ആ സെക്ടറിന് എങ്ങനെയാണ് ഗ്രോത്ത് ഉള്ളത്, ന്യൂസ് എന്തെങ്കിലും പോസിറ്റീവായിട്ടുണ്ടോ, ഇതെല്ലാം ചെക്ക് ചെയ്യുക. മെയിനായിട്ട് മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ ഡെയിലി ഇപ്പോൾ കോൾസ് കൊടുത്തു തുടങ്ങി. അപ്പോൾ അതിൽ നമ്മൾ മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ന്യൂസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അതെന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ നമുക്ക് നോക്കാം. 200 റുപ്പീസിന് താഴെ നല്ല ഉയരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളിൽ കാസ്ട്രോൾ എന്ത് ചെയ്യുന്നപ്പോൾ ഡൗൺ ആയിട്ടുണ്ട്. ബട്ട് വിത്തിൻ 4 വീക്സിനുള്ളിൽ ഈ ഒരു സ്റ്റോക്ക് നല്ല ഉയരാൻ സാധ്യതയുണ്ട്. 235 ആണ് ടാർഗറ്റ്. ഓക്കെ, 21% വരെ ഉയരാൻ സാധ്യതയുണ്ട്. സ്റ്റോപ്പ് ലോസ് 182 അല്ലെങ്കിൽ അതിൻ്റെ താഴെ വയ്ക്കുക. ദെൻ സെക്കൻഡ് സ്റ്റോക്ക് DCB ബാങ്ക്. കാരണം ബാങ്കിങ് സ്റ്റോക്കിലൊക്കെ നല്ല പെർഫോം ചെയ്തിട്ടുള്ളതുകൊണ്ട് DCB ബാങ്ക് ഉയരാൻ സാധ്യതയുണ്ട്. 166 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 32% ഉയരാൻ സാധ്യതയുണ്ട്. പിന്നെ SBI ലൈഫ് ഇൻഷുറൻസ്. ഓക്കെ, SBI ലൈഫ് ഇൻഷുറൻസ് 1468 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1622 വരെ പോകാം. 13% ഉയരാൻ സാധ്യതയുണ്ട്. ഓക്കെ, then ഗുജറാത്ത് ഫ്ലൂറോകെമിക്കൽ. 3575 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 3640 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 4000 വരെ പോകാൻ സാധ്യതയുണ്ട്. സോ 2 വീക്സ് ടു 1 മന്ത് ആണ് ടൈം ഫ്രെയിം. ഓക്കെ, സ്വിംഗ് ട്രേഡിങ്. സോ ഇതിലൊരു 11% വരെ നമുക്ക് റിട്ടേൺസ് പ്രതീക്ഷിക്കാം. സൺ ഫാർമ 1500 സൺ ഫാർമ അഡ്വാൻസ് റിസർച്ച് കമ്പനി 354 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 363 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 520 വരെ പോകാൻ സാധ്യതയുണ്ട്. 43% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ സുവീൻ ഫാർമ സ്റ്റോക്കിലൊക്കെ നല്ല ഉയരാൻ സാധ്യതയുണ്ട്. സോ 656 റുപ്പീസിൽ സുവീൻ ഫാർമ ട്രേഡ് ചെയ്യുന്നു. 668 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 720 വരെ പോകാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. സോ സൺ ഫാർമ 43% വരെ റിട്ടേൺസ് കിട്ടുന്നു. ആൻഡ് സുവീൻ ഫാർമ 15% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ ഓൾ ടൈം ഫേവറേറ്റ് സ്റ്റോക്കായ IRFC ഇന്ന് നല്ലൊരു പെർഫോമൻസ് ആണ്. ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട്. സോ 153 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ടാർഗറ്റ് 159 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 160 പോകും. ദെൻ 240 250 വരെ പോകാൻ സാധ്യതയുണ്ട്. 50% റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പം അത്ര നല്ല ഉയരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. ഓക്കെ, സോ റെയിൽവേ സ്റ്റോക്കിൽ ഞാൻ പ്രത്യേകിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണുക. റെയിൽവേ സ്റ്റോക്കിൽ എന്തായാലും നല്ല ഡിമാൻഡാണ്, നല്ല ഉയരാൻ സാധ്യതയുണ്ട്. ഇനി ബാങ്കിങ് സ്റ്റോക്കിലേക്ക് വീണ്ടും വരാം. സോ SBI കറൻ്റ്ലി 713 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 774 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു 9% വരെ ഉയരാൻ സാധ്യതയുണ്ട്. ഇൻഡസ് ഇന്ത്യൻ ബാങ്ക് 1464, 1718 ടാർഗറ്റ്, 23% റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് 1142 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1277 വരെ പോകും. 16% വരെ ഉയരാൻ സാധ്യതയുണ്ട്. ആക്സിസ് ബാങ്ക് 1071 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1200 വരെ പോകും. 15% വരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ ഈ ഒരു സ്റ്റോക്ക് 1631 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1727%, 6% ഉയരാൻ സാധ്യതയുണ്ട്. Then LTI Mindtree 5557 റുപ്പീസിൽ
ട്രേഡ് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് ടാർഗറ്റ് 5914, 7% വരെ ഉയരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ കുറേ സ്റ്റോക്കുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റോക്കുകൾ നല്ല ബ്രേക്ക്ഔട്ട് തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ രേഖപ്പെടുത്തുക. അത് മറ്റുള്ളവർക്കും കൂടി ഹെൽപ്ഫുൾ ആയിട്ടിരിക്കും. ഇപ്പോൾ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. ആൻഡ് മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻട്രാഡേ കോൾസ് ഒക്കെ അതിൽ കൊടുക്കുന്നുണ്ട്, ഓപ്ഷൻസ് അതൊക്കെ ചെക്ക് ചെയ്യുക. ദെൻ പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോ, ക്രൂഡ് ഓയിൽ, അതുപോലെ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടും എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള വീഡിയോസും ഇട്ടിട്ടുണ്ട്. നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.